അല്ല, ഇതുവരെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു സമീപനത്തിലായിരുന്നുണ്ട്. ആര് ചോദിച്ചാലും പറഞ്ഞാലും അതിൻ്റെയൊക്കെ മുനെ അപ്പോൾ തന്നെ ഒടിച്ചു കളയുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ അത് നടന്നില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി എവിടെയാണോ പോയിന്റ് ചെയ്യേണ്ടത് അവിടെ ആ വിമർശനം എത്തുകയും ആ പ്രക്ഷോഭങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരു ഇമേജ് തിരിച്ചെടുക്കുക എന്നുള്ള ഒരു പണിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാം വേർട്ടിക്കൽ വീഡിയോയിൽ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നു. മന്ത്രിമാരോടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നന്ദൻ നിലകിനെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു വലിയ എന്തോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ബില്ലും കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഭേദഗതിയും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ചയാണല്ലോ ഇപ്പോൾ വിഷയം. പക്ഷേ ചോദ്യപേപ്പർ ചോർന്നത് മാത്രമല്ലല്ലോ വിഷയം. പരീക്ഷ ആകെ അലങ്കോലമായി കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ CBSE പരീക്ഷയുടെ അവസ്ഥ എന്താണ്? അതിൽ ചോദ്യപേപ്പറൊന്നും ചോർന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ വാല്യുവേഷൻ്റെ അവസ്ഥ എന്തായിരുന്നു? അതിൻ്റെ മൂല്യനിർണ്ണയത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? എത്ര കുട്ടികളുടെ ഭാവിയാണ് തുലാസിലാക്കിയത്? പരീക്ഷ ആദ്യമായി ഒരു പരീക്ഷ ഇത്രയും ഇന്ത്യയിലെ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികൾ എഴുതുന്ന പരീക്ഷയിൽ ആ പരീക്ഷയുടെ എല്ലാ ഉത്തരക്കടലാസുകളും സ്കാൻ ചെയ്ത് വാല്യൂ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നിടത്തുണ്ടല്ലോ അവരുടെ പാളിച്ച. ആ പാളിച്ചയിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് അത് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീറ്റിലെ വിഷയം വരുന്നത്. അതുകൊണ്ട് CBSEയിലെ കാര്യങ്ങൾ മറന്നുപോയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചോദ്യപേപ്പറുടെ ചോർച്ച മാത്രമല്ല, പരീക്ഷാ നടത്തിപ്പിൽ മൊത്തം അലങ്കോലമായി എന്നുള്ള പ്രശ്നമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. സെൻട്രലൈസ്ഡ് ആയിട്ട് പരീക്ഷകൾ നടത്തുക. ഇപ്പോൾ റാവു സൂചിപ്പിച്ച പോലെ അധികാരം കിട്ടുന്നതിന് വേണ്ടി നീറ്റ് എന്ന് പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാ ഇതുപോലുള്ള എൻട്രൻസ് പരീക്ഷകൾ നിർത്തലാക്കി എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഏക പരീക്ഷ എന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ആ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന രീതിയിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. CBSE പരീക്ഷയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. UGC നെറ്റ് പരീക്ഷയുടെ അവസ്ഥയും അങ്ങനെയാണ്. അങ്ങനെ പല പരീക്ഷകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കേന്ദ്രം ഒന്നിച്ച് നടത്തുന്ന പരീക്ഷകളുടെ എല്ലാം അവസ്ഥ ഇങ്ങനെയാണ്. സംസ്ഥാനങ്ങളിൽ ചില കേസുകളുണ്ട്. ഇപ്പം ഇന്ന് അഖിലേഷ് യാദവ് പാർലമെൻറ്റ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ UPയിൽ മാത്രം 20 പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അപ്പം BJP ഭരിക്കുന്ന UPയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവർ തിരിച്ച് UPA കാലത്ത് 21 സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് എവിടെ നിന്നൊക്കെ കണക്കെടുത്ത് നമ്പർ പറയുകയും ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, ഞാൻ പറയുന്നു വരുന്നത് ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല വിഷയം, ഇതിൻ്റെ മൊത്തം നടത്തിപ്പ് പ്രശ്നമാണ്. ആ നടത്തിപ്പിൻ്റെ എല്ലാം ലൂപ്പ് ഹോൾസ് അടയ്ക്കാനുള്ള ഭേദഗതി ഈ ബില്ലിലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്ന് തന്നെയായാലും ഇതൊരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന ഒന്നാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചു, നേരത്തെ ഇതുപോലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവരാരും ശിക്ഷിക്കപ്പെട്ടതായി എവിടെയും വാർത്ത വന്നില്ല. ഇത്തവണത്തെ കേസ് എന്താണ്? ഇത്തവണ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതിൽ 45 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ 44 പേരും ഇപ്പോൾ ജാമ്യത്തിലാണ്. അത്രയേ കേസുള്ളൂ. കേസിൻ്റെ ഒരു തീവ്രത അത്രയേ ഉള്ളൂ, ഗൗരവം അത്രയേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ ഇത്രയും വലിയൊരു ക്രൈം ചെയ്ത ആളുകളെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുന്ന ചില വകുപ്പുകൾ മാത്രമാണോ ഇവരെ മേൽ ചുമത്തപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇതുപോട്ടെ, NTA ആണല്ലോ ഇതിന് ഉത്തരവാദി. NTA എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഡയറക്ടർ ജനറലെ മാറ്റിയിട്ടുണ്ട്, മറ്റ് പല ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയൊക്കെ മാറ്റി. പക്ഷേ NTAയുടെ ചെയർമാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. ഇതിലേറ്റവും ഉത്തരവാദിയാകേണ്ടയാൾ NTAയുടെ ചെയർമാനാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇവർ പുറത്ത് പറയുന്നതൊന്നും അകത്ത് ചെയ്യുന്നത് മറ്റൊന്നുമാണ് എന്നുള്ളതാണ് സത്യം. സംഘപരിവാർ ബന്ധമുള്ള ആൾ എന്ന നിലക്കാണ് NTA ചെയർമാനെ മാറ്റാത്തത് എന്നാണ് വിവരം. ശരിയാണോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനൊരു കാരണമുണ്ടാകും അദ്ദേഹത്തെ മാറ്റാതിരിക്കാൻ. പക്ഷേ ഇത്രത്തോളം വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തു പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ഇനിയും ഒരു കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഉദാഹരണമായി വേണമെങ്കിൽ പറയാവുന്നത്, അവർ ഏറ്റവും പവിത്രമായി കാണുന്ന രാമക്ഷേത്രത്തിലെ ചോർച്ച തടയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച അവർക്ക് തടയാൻ കഴിയുക എന്നാണ് ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ പ്രശ്നമുണ്ടല്ലോ, ഈ ബില്ല് അവർ ഈ ചർച്ച നടത്തുന്ന ശരിക്കും അവർക്ക് തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് പ്രിയങ്ക ഗാന്ധിയൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് അവരുടെ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. വളരെ കൃത്യമായി അവർ വളരെ പോയിന്റഡായി കാര്യങ്ങൾ പറയുന്നു. പലരും അതുപോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ഇത്രയും പ്രധാനപ്പെട്ടതാണ് ഈ ബില്ലെങ്കിൽ പ്രധാനമന്ത്രി ആ സഭയിൽ ഉണ്ടാകേണ്ടതല്ലേ?
പക്ഷെ പ്രധാനമന്ത്രി ഈ ചർച്ച തുടങ്ങി ഇത്ര നേരമായിട്ടും അമിത്ഷായും ഇല്ല. സഭയിൽ എത്തിയിട്ടില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ സഭയിൽ എത്തിയിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണെന്ന് പറയുകയും ഇന്ന് ഒരുപക്ഷെ രാത്രി 12 മണിക്ക് പാതിരാത്രി ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വരുമായിരിക്കും പ്രധാനമന്ത്രി, എനിക്കറിയില്ല. ഏതായാലും സഭയിൽ അദ്ദേഹം എത്തിയിട്ടില്ല. പിന്നെ എന്ത് പ്രാധാന്യമാണ് ഈ വിഷയത്തിന് അവർ തന്നെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം.